ഹായ് ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു +916. സോ ആദ്യം തന്നെ പറയട്ടെ, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ് അടിക്കുക, അതോടൊപ്പം തന്നെ ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക, ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മുടെ അതിൻ്റെ തൊട്ട് മുകളിലുള്ള ബെൽ അതിൻ്റെ ഓൾ ഈ രണ്ട് ഐക്കണും ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം അതിന് കിട്ടത്തുള്ളൂ. സോ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വിവി ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന് ഓപ്പോസിറ്റാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തു വരുന്നത്. വിവിയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടു. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ചോദിക്കാനുള്ളത്, വിവിക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾക്ക് എന്ത് എക്സ്പ്ലനേഷനാണ് അതിനകത്തുള്ളത്? ഒന്നാമത്തെ ആരോപണം, വിവി വോയിസുകൾ റെക്കോർഡ് ചെയ്ത് വിൽക്കുന്നവനാണ്. ഇതിനെന്ത് എക്സ്പ്ലനേഷൻ ഉണ്ട്? കാരണം അതൊരു സത്യമാണ്. ഈ പറയുന്ന പുറത്ത് വരുന്ന ഓരോ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് ഇപ്പം അകത്ത് പോയ കക്ഷിയുടെ ഫോണിലല്ല, മറിച്ച് വിവിയുടെ ഫോണിലാണ്. സോ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത് വിവി തന്നെയാണ്. വിവിയുടെ ഫോണിലോ ലാപ്ടോപ്പിലോ ആണെന്നുള്ളത് തീർച്ചയാണ്. കാരണം ഇന്ന് മറ്റൊരു വിനീത് എന്ന് പറയുന്ന വ്യക്തി പുറത്ത് വിട്ടിട്ടുള്ള ആ ഒരു വോയിസിനകത്ത് ഡോക്ടർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ലൗഡ് സ്പീക്കറിലാണോ ഇട്ടിട്ടുള്ളത്? വിവിക്ക് ഓർമ്മയുണ്ടാകും, ഇതേ ചോദ്യം ഞാൻ നിന്നോട് പലവട്ടം ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഡോക്ടർ ലൗഡ് സ്പീക്കറിലാണോ ഇട്ടിട്ടുള്ളതെന്ന് മാത്രം ചോദിക്കുന്നു. ഞാൻ അതിൻ്റെ കൂടെ നിന്നോട് എക്സ്ട്രാ ഒരു ചോദ്യം കൂടെ ചോദിക്കും, നീ ലൗഡ് സ്പീക്കറിലിട്ട് ഇത് റെക്കോർഡ് ചെയ്യുകയല്ലേ ചെയ്യുന്നതെന്ന്, അല്ലേ? അത് നിന്നോട് ഞാൻ പലതവണ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. നീ റെക്കോർഡ് ചെയ്യുന്നവനാണെന്ന് ഞാൻ അറിഞ്ഞുകൊണ്ടാണ് നിന്നോട് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. ഓക്കെ, സോ നീ എന്ത് കുന്തം എന്നെക്കുറിച്ച് പുറത്തു വിട്ടാലും ഐ ഡോണ്ട് കെയർ അറ്റ് ഓൾ. നിനക്കെതിരെ ഞാൻ സംസാരിക്കുക തന്നെ ചെയ്യും. കാരണം നീ എന്താണെന്ന് ഏറ്റവും നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് നീ, മാത്രമല്ല നിൻ്റെ കൂട്ടുകാരും. സോ അപ്പോൾ വിവിയുടെ വിവിയുടെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾക്ക് വിവിക്ക് എക്സ്പ്ലനേഷൻ ഇല്ല. വിവി ഇപ്പോഴും വന്നിരുന്ന സായിയുടെ വീഡിയോയ്ക്ക് മറുപടി പറയുന്നു. സായിയുടെ ഭാര്യ വെല്ലുവിളിച്ചത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇട്ടത്, എനിക്ക് പണി കിട്ടുമെന്ന് കരുതിയാണ് ഞാൻ റെക്കോർഡ് ചെയ്തത്, പറഞ്ഞത് തന്നെ വീണ്ടും പറയുന്നു. പിന്നെ റോബിൻ്റെ കാര്യത്തിൽ പറയുന്നു, റോബിൻ ഈ ഒരു വോയിസ് കേൾക്കുമ്പോൾ മനസ്സിലാകും ആരവിനെതിരെ എന്താണ് പറഞ്ഞത് എന്നുള്ളത്. അതിന് തിരിച്ചൊറ്റ ചോദ്യമേ ഉള്ളൂ, ആരവിനെതിരെ റോബിൻ എന്ത് പറഞ്ഞാലും ചെറുതിലെ തൻ്റെ കളിക്കൂട്ടുകാരനാണ് ഈ പറയുന്ന ആരവ്. റോബിൻ പറയുന്നത് കേട്ട് സ്വന്തം കൂട്ടുകാരനെ ചതിച്ച ആളാണ് നീ തന്നെ പറയുന്നു ആരവിനെതിരെ വീഡിയോ ചെയ്യില്ല, ആരവിൻ്റെ അമ്മ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലൂടെ പശുവിനെ കൊണ്ടുപോകുന്നതാണ്, അതാണ് ഇതാണെന്നൊക്കെ നീ പറയുന്നു. പക്ഷേ ഇതേ ആരവിനെ തന്നെയാണ് നീ ചതിച്ചത്. അവൻ്റെ ചാനൽ നീ കൈയടക്കി വെക്കുമ്പോൾ നിനക്ക് അപ്പോഴും ഇവൻ്റെ അമ്മയെക്കുറിച്ച് ഓർമ്മ വന്നില്ലേ വിവി? 16,000 സബ് ആ ചാനലാക്കി അവൻ വളർത്തിയെടുത്തിട്ട് ഇന്ന് അതിൻ്റെ വരുമാനം നീ എടുത്ത് നക്കി തിന്നുമ്പോൾ നിൻ്റെ ശരീരത്തിലെ ഒരൊറ്റ കോശം പോലും, ഒരൊറ്റ സെല്ല് പോലും നിന്നോട് കുറ്റബോധത്തിൻ്റെ ആ ഒരു മണി നിനക്ക് അടിച്ചു തരുന്നില്ലേടാ? എന്നിട്ട് നീ വന്നിരുന്നു. എനിക്കൊന്നാണ് മനസ്സിലാകാത്തത്, നീ ഒരുപാട് തെറ്റ് ചെയ്യുന്നുണ്ട്, നീ ഒരുപാട് ആൾക്കാരെ പറ്റിച്ച് പൈസ മേടിക്കുന്നു. നീ അത് എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. ഈ പറയുന്ന ഇപ്പം നിൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന BBT എന്ന് പറയുന്ന ഭസ്മം വിതറലുകാരൻ, അവൻ്റെ കയ്യിൽ നിന്ന് പച്ചക്കർപ്പൂരവും ഭസ്മവും അവന് സാമ്പ്രാണിത്തിരിയും എത്തിച്ചു കൊടുക്കാൻ വേണ്ടി രൂപ 60,000 നീ എണ്ണി വാങ്ങിച്ചിട്ട് ഇന്നും ഡൽഹിയിലുള്ള ഒരിടത്ത് കിടക്കുന്നു എന്ന് പറഞ്ഞ് ആ സംഭവം അയാൾക്ക് എത്തിച്ചു കൊടുക്കാത്ത ഒരുത്തനല്ലേടാ നീ? അയാൾക്ക് ഒരു ചിട്ടി റെഡിയാക്കി കൊടുക്കാൻ കഴിഞ്ഞ ഡിസംബറിൽ എങ്ങാണ്ട് അയാൾക്ക് KFCയിലെ ചിട്ടി കെട്ടാൻ വേണ്ടി 4 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞപ്പോൾ നിൻ്റെ അമ്മയെ കൊണ്ടൊരു ചിട്ടി റെഡിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് രൂപ 25,000 അയാളുടെ കയ്യിൽ നിന്ന് എണ്ണി മേടിച്ചിട്ട് 1 ലക്ഷം രൂപ ചിട്ടി റെഡിയാക്കി കൊടുക്കാതെ പറഞ്ഞിട്ട് ആ 1 ലക്ഷം രൂപയും നീ കൊടുത്തില്ല, 25,000 രൂപ നിൻ്റെ അമ്മ വാങ്ങിയത് നീ കൊടുത്തില്ല. ശരിയല്ലേടാ? ഇതൊക്കെ നീ അഴിച്ച്. പിന്നെ ഇതിലും ഉപരി നീയും വിനീതും കൂടെ ഇരുന്നു കൊണ്ട് ഒരു ചാറ്റ് ഉണ്ടാക്കി, അതായത് വിനീത് ഒരു പെണ്ണിനോട് ചെയ്യുന്ന രീതിയിലുള്ള ചാറ്റാണെന്ന് പറഞ്ഞ് അയാളെ തെറ്റിദ്ധരിപ്പിച്ച് ഇതേ മണ്ടൻ്റെ കയ്യിൽ നിന്ന് തന്നെ ആ ചാറ്റിന് വേണ്ടി 15,000 നീ വാങ്ങിയെടുത്തില്ലേ? 15,000 വാങ്ങിയെടുത്തില്ലേ? പിന്നെയും ഒരു 15,000 കൂടെ തന്നാൽ എക്സ്ക്ലൂസീവായിട്ടുള്ള സംഭവം തരാമെന്ന് പറഞ്ഞു. പക്ഷെ ഉടായിപ്പാണ് പിന്നീട് നീ കാണിക്കുന്നതെന്ന് പറഞ്ഞ് അയാൾ മനസ്സിലാക്കിയായിട്ടായിരിക്കാം പിന്നീട് നിനക്ക് പൈസ തന്നില്ല, അല്ലേ? അപ്പോൾ ഈ വോയിസ് റെക്കോർഡിനും ഈ ചാറ്റിനും, അതായത് നീയും നിൻ്റെ കൂട്ടുകാരനും കൂടി ചാറ്റ് ചെയ്ത് അയാളെ തെറ്റിദ്ധരിപ്പിച്ച് ഇതൊരു പെണ്ണിനോടുള്ള ചാറ്റാണെന്ന് പറഞ്ഞ് നീ അയാൾക്ക് വിറ്റ കഥയിൽ നിനക്ക് എന്ത് പറയാനുണ്ടാ? ഇപ്പം അയാളത് നിഷേധിക്കും, കാരണം നിങ്ങളെല്ലാം ഇപ്പോൾ ഒറ്റ കൂട്ടാണല്ലോ. പക്ഷേ ദൈവത്തിൻ്റെ മുന്നിൽ നിൻ്റെ ബൈബിളിലോ നിൻ്റെ അമ്മയുടെ തലയിലോ സത്യം ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു ചാറ്റ് നീ ഉണ്ടാക്കിയിട്ടില്ല. നീ ഇങ്ങനെ ഒരു ചാറ്റ്, കള്ളച്ചാറ്റ് ഉണ്ടാക്കി
അയാൾക്ക് വിറ്റിട്ടില്ല എന്ന് നിനക്ക് പറയാൻ പറ്റുമോ? കാരണം ഇത് വിനീതിൻ്റെ വായ കൊണ്ട് വിനീത് എന്നോട് പറഞ്ഞതാണ്. ചേച്ചി, ആ ചാറ്റ് അഥവാ ഈ പറയുന്ന BBT എന്ന് പറയുന്ന ഭസ്മം വിതറുന്നവൻ പുറത്ത് വിട്ടിരുന്നു എങ്കിൽ, കൂടുതൽ കാര്യങ്ങൾ പുറത്ത് വിട്ടിരുന്നു എങ്കിൽ ഞാൻ ഈ 2 നമ്പർ എടുത്തുകൊണ്ട് ഞാൻ വന്നേനെ. ഇത് ഞാനും വിവിയും തമ്മിലുള്ള ചാറ്റാണെന്ന് പറഞ്ഞുകൊണ്ട്. ഇത് വിനീത് എന്നോട് നല്ല രീതിക്ക് സംസാരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ, സോ അപ്പോൾ ഇതെല്ലാം പുറത്ത് വിട്ട് പൈസയ്ക്ക് വേണ്ടി കള്ളച്ചാറ്റ് ഉണ്ടാക്കി വിൽക്കുന്ന നീ, അതിനെക്കുറിച്ച് നിനക്ക് എക്സ്പ്ലനേഷൻ ഒന്നുമില്ലേടാ. ഇനി ജാസ്മിൻ്റെ കാര്യത്തിൽ, ജാസ്മിൻ അകത്ത് പോയപ്പോൾ, ബിഗ് ബോസിനകത്ത് പോയപ്പോൾ ആ കുട്ടി അതിനകത്ത് ഓക്കെ അവളുടെ കാമുകനെ തേച്ചു, എന്തോ ആയിക്കോട്ടെ, നിന്നോട് അതിനകത്ത് നിന്ന് അവൾ എന്ത് ചെയ്തിട്ടാണ് നീ അവളെ ഡിഗ്രേഡ് ചെയ്ത് വീഡിയോ ഇട്ടത്? എന്ത് ചെയ്തിട്ടാണ്? ഒള്ളി നീ സോഷ്യൽ മീഡിയയിൽ നോക്കിയപ്പോൾ ബിഗ് ബോസിലെ കണ്ടൻറ്റുകളിൽ മാക്സിമവും ജാസ്മിനെതിരായിട്ട് വരും. സോ നീ നിൻ്റെ കണ്ടൻറ്റിന് വേണ്ടി ജാസ്മിനെതിരായി, അല്ലാതെ ജാസ്മിൻ നിന്നോട് പേഴ്സണലി ഒന്നും ചെയ്തിട്ടില്ല. ആ കുടുംബം നിന്നെ വിളിച്ച് നിനക്ക് ഒരു നേരത്തെ ചായയും വെള്ളവും തന്ന് നീ അവരെ വെളുപ്പിക്കാൻ വേണ്ടി ഇൻ്റർവ്യൂ എടുത്തപ്പോൾ അവർ നിന്നെ ഒന്ന് വിശ്വസിച്ച് പോയി അല്ലേ? അത്രയൊരു തെറ്റല്ലേ ചെയ്തിട്ടുള്ളൂ. നീ ഈ പറയുന്ന ജാഫർ എന്ന് പറയുന്ന വ്യക്തി നിന്നെ വിളിച്ച് നീ കള്ളങ്ങളുടെ സൂത്രധാരനാണ് എന്ന് പറയുന്നതിന് മുമ്പേ നീ ജാസ്മിനെ കുറിച്ച് നെഗറ്റീവായിട്ടുള്ള വീഡിയോ ഇട്ടവനല്ലേ? അതിന് നിനക്ക് എന്ത് ന്യായമായിട്ടാണുള്ളത്? സ്വന്തം കൂട്ടുകാർ, അതാണ് ഞാൻ പറഞ്ഞത്, തുടക്കത്തിലേ നീ ആരവനെ ചതിച്ചു, ഫ്രണ്ടായിട്ടുള്ള ജാസ്മിനെ ചതിച്ചു. ഇപ്പോൾ ഖാദർ കരിപ്പൊടി എന്ന് പറയുന്ന വ്യക്തി നിനക്കെതിരെ എന്തു ചെയ്തിട്ടാണ് ഷഫീനയോട് പോയിട്ട് അവരുടെ ചാനൽ സ്ട്രൈക്ക് അടിക്കാൻ വേണ്ടിയിട്ട് ഖാദറാണ് പൈസ തന്നത്, ഖാദറും ജാസ്മിനുമാണ് പൈസ തന്നത്. ജാസ്മിൻ തന്നു എന്ന് പറഞ്ഞാൽ ജാസ്മിന് നീ ഇപ്പോൾ എതിരായി, അതുകൊണ്ട് ജാസ്മിൻ്റെ പേര് പറഞ്ഞു. ഖാദർ നിനക്കെതിരെ എന്ത് ചെയ്തിട്ടാണ് ഖാദറിൻ്റെ പേര് പോയി പറഞ്ഞത്? അപ്പം നീ നിൻ്റെ ജീവിതത്തിൽ നീ ആരോടാണ് വിവി സത്യസന്ധമായിട്ടുള്ളത്? നിന്റെ മനസാക്ഷിയോടെങ്കിലും നീ സത്യസന്ധമായിട്ടുണ്ടോ? നിനക്ക് ലക്ഷ്യം പണം മാത്രം. എടാ, നിന്റെ കൂട്ടുകാരൻ ഇന്നൊരു സ്റ്റോറി ഇട്ടിട്ട് ഡിലീറ്റ് ചെയ്തു, അതായത് ആരവ്. ദൈവം നിനക്ക്, നീ ഇങ്ങനെ ആളുകളെ ചതിച്ച് ജീവിക്കുന്ന കണ്ടപ്പോൾ ദൈവം നിനക്കൊരു ഒരു എന്താ പറയുക, ഒരു തിരിച്ചടി തന്നു. നിന്റെ കാലിൽ നടക്കാൻ ഒരു ബുദ്ധിമുട്ട്, എന്നിട്ടും നീ പഠിച്ചില്ല എന്ന് സ്വന്തം കൂട്ടുകാരൻ തന്നെ പറയുന്ന ലെവലിലേക്ക് തരംതാണ് പോയല്ലോ വിവി നീ. എടാ, നീ പഠിച്ചവനല്ലേ, നിനക്ക് ബോധമില്ലേ? എത്രയോരം തെറ്റുകൾ നീ ചെയ്തു. ഇപ്പോഴും നിന്നെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താനല്ല, മറിച്ച് നീ ചെയ്ത തെറ്റുകൾ അക്സെപ്റ്റ് ചെയ്യും. നിങ്ങളിൽ എല്ലാവർക്കും, ഇപ്പം ഞാൻ റോബിൻ നന്മമരമാണെന്ന് പറയുന്നില്ല, റോബിനാണേലും നീയാണേലും എല്ലാവരും തെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വന്തം തെറ്റ് അക്സെപ്റ്റ് ചെയ്ത് ഇതെല്ലാം വെച്ച് അവസാനിപ്പിക്കുക, നല്ല കണ്ടൻറ്റുകളായിട്ട് മുന്നോട്ട് പോകും. പക്ഷെ നിന്നിലില്ലാത്തൊരു ക്വാളിറ്റി എന്താണെന്നറിയുമോ? നീ ഒരിക്കലും നിൻ്റെ തെറ്റ് നീ അംഗീകരിക്കുന്നില്ല. നീ വീണ്ടും വീണ്ടും മാനിപ്പുലേറ്റ് ചെയ്ത് നിന്നെക്കുറിച്ച് നോ എക്സ്പ്ലനേഷൻ. നീ ജാസ്മിനെ പറഞ്ഞു, ജാസ്മിൻ്റെ തെറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ജാസ്മിൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ മറ്റൊരാളുടെ തെറ്റിനെ കുറിച്ചാണ് ജാസ്മിൻ പറയുന്നത്. നീ ചെയ്യുന്നത് എന്താണ്? നിന്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ നീ അപ്പം സായിയുടെ തെറ്റ്, സ്നേഹയുടെ തെറ്റ്, റോബിൻ്റെ തെറ്റ്, ആരവിൻ്റെ തെറ്റ്, ആരവ് 1000 രൂപ കടം വാങ്ങിച്ചത്, ഇതൊക്കെ പറയുന്നു. ആരവ് 1000 രൂപ കടം വാങ്ങിച്ചെങ്കിൽ നിൻ്റെ അമ്മ അവൻ്റെ 20,000 രൂപ കടം വാങ്ങിയെന്ന് പറയുന്നടാ. പരസ്പരം കട എല്ലാവരും വാങ്ങും, അതൊരു തെറ്റാണോ? ഇന്ന് വാങ്ങും, നാളെ തിരികെ കൊടുക്കും. അതുകൊണ്ട് ഉടനെ സ്വന്തം കൂട്ടുകാരനെ ഇട്ട് കൊടുക്കൂടാ. എന്താടാ ഇതൊക്കെ? വിവി, ഇത് നിന്നോട് ഞാനേ സ്നേഹം കൊണ്ട് പറയുന്നില്ല, സാധാരണ ഒരു മനുഷ്യനായിട്ട് നിന്നുകൊണ്ട് ചിന്തിച്ച് പറയുന്നൊരു സംഭവമാണ്. ഇനിയെങ്കിലും നീ നന്നാവും. വെറുതെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് മെഴുകി ഈ പറയുന്ന ആൾക്കാരെ കുറിച്ച് ചുമ്മാ എന്തൊക്കെ പറഞ്ഞാൽ റെക്കോർഡ് വീരൻ എന്ന് പറയുന്ന പേര് റെക്കോർഡ് വീരൻ തന്നെയാണ്. നിന്നെ ഒരാളിനെ വിശ്വസിച്ച് കൂട്ടത്തില്ല. നിന്നെ തോളിക്കയറ്റ് നടക്കാൻ ഭയപ്പെടും. നീ എന്ത് റെക്കോർഡ് ചെയ്യുന്നറിയില്ല. ജാസ്മിൻ അകത്ത് കയറും മുമ്പേ നിനക്കറിയാമോ? ഈ പറയുന്ന ജാസ്മിൻ അകത്ത് കയറിയപ്പോഴേ അറിയോ? ജാസ്മിൻ്റെ വാപ്പയുടെ റെക്കോർഡ് നീ ഉണ്ടാക്കി വെക്കുമ്പോഴേ നിനക്കറിയോ? അയ്യോ, ജാസ്മിൻ നീ പുറത്ത് വരുമ്പോൾ നിനക്കെതിരാവുന്നു. ഇനിയും നിന്നെ സ്വയം വെളുപ്പിച്ച് നാറല്ലേ വിവി? ചെയ്ത തെറ്റ് അംഗീകരിച്ച് ഒരു സോറി പറഞ്ഞ് ഇനിയെങ്കിലും ഇതൊന്നും ചെയ്യാതെ നല്ലതായിട്ട് ജീവിക്കാൻ നോക്ക്. കണ്ടന്റ് സോഷ്യൽ മീഡിയയിൽ ഒരുപാടുണ്ട്. ഒരാളുടെ ജീവിതം തകർത്ത് ആരും ഒന്നും നേടാൻ പോണില്ല. ഇപ്പം നിൻ്റെ അമ്മ പുറത്തിറങ്ങി നടക്കുമ്പോൾ ആൾക്കാർ അറിയുന്നവർ കണ്ടാൽ കാറി തുപ്പും. ഇവളുടെ മോൻ ഒരു റെക്കോർഡ് വീരനാണെന്ന് പറഞ്ഞിട്ട്. ഈ ഒരു അവസ്ഥ നിൻ്റെ വീട്ടുകാർക്ക് നീയാണോ ഉണ്ടാക്കി കൊടുക്കുന്നത്? വേറെ ആരുമല്ല. നിന്നെക്കുറിച്ച് വളരെ നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ എത്ര വോയിസ് റെക്കോർഡ് ചെയ്യാൻ നീ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് സ്ട്രൈക്ക് തന്ന് അടുത്തവരുടെ ചാനൽ അടിച്ചു പൂട്ടി. എടാ, നീ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു നന്മ വേണ്ടേടാ.
നന്മ വേണ്ടടാ, ഇനിയെങ്കിലും നന്നാകും. അപ്പോൾ വീണ്ടും കാണാം ഗൈസ് അടുത്ത വീഡിയോയിലൂടെ. സ്വന്തം കാര്യങ്ങൾക്കൊന്നും എക്സ്പ്ലനേഷൻ തരാതെ അടുത്തവരെ കുറ്റം പറയുന്ന വിവി എന്ന് പറയുന്നവന് നന്നാവാൻ ദൈവം തമ്പുരാൻ ഒരു വഴി കാണിക്കട്ടെ. അപ്പോൾ ബൈ ഗൈസ്, സൈനിങ് ഓഫ് സനു ഫ്രം Triple S 916.